ഈ കണ്ടീഷനിലൊരു സിസേറിയൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും? ഇതൊക്കെ യൂഷ്വൽ ആടോ. അല്ല, വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഡോക്ടർ എന്താന്ന് വെച്ചാ ചെയ്താട്ടെ. സിസ്റ്റർ വരും, ഹസ്ബൻഡ് ഒന്ന് ഒപ്പിട്ട് കൊടുക്കണം. ഓക്കെ, നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓ ബെന്നിച്ച, എന്നെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ വെറുതെ ആവോ? നമ്മൾ മോഹിച്ചതൊക്കെ വെറുതെ ആവോ ബെന്നിച്ച? ഇനിയും പരീക്ഷിക്കുമോ നമ്മളെ? എടോ താനും നടങ്ങടോ. ഓപ്പറേഷൻ തീരിലോട്ട് കയറ്റിയ പിന്നെ ഡോക്ടറിനെ വിശ്വസിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അയ്യോ, ഇവരെന്താ ഇങ്ങനെ? അതെടാ, കുഞ്ഞുങ്ങളില്ലാത്തതല്ലേ. വീടിനടുത്ത് വരികയും കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് വല്ലാണ്ടങ്ങ് അടുത്ത് പോയതാവും പാത്തങ്ങള്. അമ്മാവ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? നീ നേരത്തെ പറഞ്ഞത് എന്തുവാ? അച്ഛന്റെ മനസ്സോടെ കാത്തിരിക്കുന്നല്ലേ? കുഴപ്പമൊന്നും ഉണ്ടാവില്ലടാ. ഏത് പ്രതിസന്ധിയും മറികടക്കാൻ ആ കുഞ്ഞിനാവോടാ. മോളെ, എന്താ മോളെന്ത് ഇവിടെ വന്നിരിക്കുന്നേ? അവിടെ ഇത്രയും വലിയ കാര്യം നടക്കുമ്പോ? ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. ഫംഗ്ഷന് വേണ്ടി ജ്യോതി എന്നെ മേക്കപ്പ് ചെയ്തത്. അത് ചെയ്തതിനു ശേഷം എന്തോ ഒരു ചൊറിച്ചില് തോന്നിയപ്പോ അത് കഴുകാൻ വേണ്ടി. അച്ഛൻ വരില്ലാന്ന് കരുതി മോള്. വലിയ കാര്യത്തിൽ നിന്നോട് പിണക്കമൊക്കെ കാണിച്ചതാ, പക്ഷെ അത് നിലനിൽക്കുവോ? നീ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അച്ഛൻ്റെ മനസ്സിൽ നിന്ന് അതൊക്കെ പോയി. അച്ഛൻ്റെ മനസ്സിലിപ്പോൾ ഒരു സങ്കടവും ഇല്ല കേട്ടോ. എല്ലാവരും അവിടെ കൂട്ടം കൂടി നിൽക്കുമ്പോഴും സുജാതയിലേക്കും നിനക്ക് തരുന്ന പരിഗണന കാണുമ്പോഴും അച്ഛന് സന്തോഷമാണ്. താഴോട്ട് വാ, അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടി അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. അവരുടെ കണക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നീയാണല്ലോ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അച്ഛൻ്റെ ബുദ്ധിമുട്ടുകൾ ഓർത്ത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. ക്ഷമിക്കണേ അച്ഛ. അതൊക്കെ നമ്മൾ പറഞ്ഞു തീർത്തല്ലേടി, പിന്നെന്താ? ഒഴിഞ്ഞൊരു സമയം കിട്ടിയ അച്ഛൻ്റെ മനസ്സിലൊരു വേദനയില്ലാന്ന് നിന്നോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഈ കണ്ണടയുന്നത് വരെ കാണാൻ കുറെ സ്വപ്നങ്ങൾ കൂട്ടിവെച്ചിട്ടുണ്ടാവുമല്ലോ. അച്ഛൻ കൂട്ടിവെക്കുന്നതൊക്കെ നിന്നെ കുറിച്ചല്ലേ? എൻ്റെ മോൾക്കൊരു കുറവും ഈശ്വരം വരുത്തില്ല. പിന്നെ എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരും. നിന്റെ സുഖം അത് അച്ഛന് ജീവിക്കാനുള്ള മരുന്നാ. എനിക്ക് അച്ഛൻ്റെ പ്രാർത്ഥന മാത്രം മതി.
വാ ഇങ്ങോട്ട്. രണ്ടാളും കൂടി കരയുന്ന കണ്ടാൽ അത് ശരിയാവില്ല. വാ. എന്തു പറ്റി രഘുവേട്ടാ? ഹേയ്, ഒന്നുമില്ല. അതെ, എല്ലാരും ഒന്ന് സൈലന്റ് ആയിക്കേ. ഞാൻ ഈ ദമ്പതികളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? അങ്കിളെ, രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോ നിങ്ങളുടെ കല്യാണ കാര്യങ്ങളൊക്കെ എന്തായാലും മനസ്സിൽ വരുമല്ലോ. ഞങ്ങള് സിംഗിൾസിന് അതൊന്ന് ഷെയർ ചെയ്യാവോ? എന്തൊക്കെ സാറേ ചോദിക്കുന്നത്? ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. ഒരു കാര്യം ചെയ്യാം. ഫാമിലി ഫംഗ്ഷൻ ആയതുകൊണ്ട് ആദ്യ രാത്രിയെ കുറിച്ച് ചോദിക്കുന്നില്ല. അതെല്ലാം എഡിറ്റ് ചെയ്തിരിക്കുന്നു. ബാക്കിയാവാം. അങ്കിൾ, ഞങ്ങൾക്കും കേൾക്കാൻ താല്പര്യമുണ്ട്. പറഞ്ഞു കൊടുക്ക് രഘുവേട്ട, എന്താന്ന് വെച്ചാ. ഈ കല്യാണത്തെക്കുറിച്ച് പറയാന്ന് വെച്ചാ അന്ന് ഈ നോട്ടത്തിനും ഭാവത്തിനും ഒക്കെ കുറച്ച് സ്പീഡ് കുറഞ്ഞൊരു കാലമാണ്. ഒരാളെ ഒന്ന് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ ആയിരുന്നില്ല ഞങ്ങള്. കല്യാണം കഴിപ്പിച്ച് കൂടെ നിർത്തിയിരിക്കുന്ന പെണ്ണിനെ ഒന്ന് നോക്കിയാ അപ്പൊ വരും ഒരു 100 കമന്റ്. അതൊക്കെ ഓക്കെ, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്താണെന്ന് പറ. ആഹാ മോളെ, അച്ഛനെ അമ്മയും കൂടി സാർ അറസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. എന്റെ മോളെ, വിശേഷിച്ച് എന്ത് പറയാനാ? ഇപ്പോഴത്തെ കാലത്ത് ആദ്യ രാത്രിയില് ഭാര്യയ്ക്കും ഭർത്താവിനും സംസാരിക്കാൻ പ്രത്യേകിച്ച് ഒരു മാറ്ററും ഉണ്ടാവില്ല. കാരണം എന്താ? കാണുന്ന അന്ന് മുതല് പറയാനുള്ളത് മുഴുവൻ ഫോണിൽ കൂടി പറഞ്ഞു തീർത്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ സദാനന്ദേട്ടനോടൊന്ന് ചോദിച്ചു നോക്ക്. എത്ര കാലം ഭാര്യയുടെ കൂടെ ജീവിച്ചാലും പറയാത്ത കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും ഇങ്ങനെ ബാക്കി കിടക്കും. സത്യം പറഞ്ഞ അതൊക്കെയാണ് ഒരു ദാമ്പത്യത്തിന്റെ സുഖവും അതിന്റെ ദൈർഘ്യവും. ഇനി ഇതിൽ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് മോളെ. ആന്റി, ഇനി ആന്റിയുടെ വക എന്താ? പണ്ട് ജീവനെയും ജ്യോതിയും തല്ലാൻ വെച്ചിരുന്ന ഒരു ചൂരല് ഇപ്പോഴും അകത്തിരിപ്പുണ്ട്. എന്റെ വകയായിട്ട് ഞാൻ അതെടുത്തോണ്ട് വരാം. അയ്യോ, ഇങ്ങനത്തെ പൊരുത്തം കെട്ട ചോദ്യങ്ങൾക്ക് അതല്ലാതെ വേറെ മരുന്നൊന്നുമില്ല, ഇല്ലേ? നിർത്തിക്കോ നീ. മനു, ഇപ്പൊ എല്ലാരും ഉണ്ട്. ഇതിലും നല്ല അവസരം കിട്ടില്ല. നീ ജ്യോതിയെ വിളിച്ച് മാറ്റി നിർത്തി കാര്യം പറ. എടാ, ഇപ്പൊ വേണോ? വേണം. അമൃത, എന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഒന്നുമില്ല ആന്റി. ഞാൻ നിങ്ങളുടെയൊക്കെ ഈ സ്നേഹം പങ്കുവെക്കുന്നതൊക്കെ അത്ഭുതത്തോടെ കാണുകയായിരുന്നു. അല്ലാതൊന്നുമില്ല. അമൃത,
അനുഭവങ്ങൾ വിശദീകരിക്കാൻ പ്രായത്തിന് പരിധിയൊന്നുമില്ല കേട്ടോ. അമൃതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ആ പറയൂ. ഏയ് എനിക്കൊന്നും പറയാനില്ല. ആ എന്നാ പിന്നെ നിത്യേച്ചും ജീവേട്ടനും പറയട്ടെ. അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങള് സത്യസന്ധമായിട്ട് വിളിച്ചു പറയാൻ ഇതൊരു വേദിയായിട്ട് നമുക്കങ്ങ് കൊടുക്കാം. അത് തന്നെ നിത്യേച്ചി. നിത്യേച്ചിക്ക് പറയാനുള്ളത് നിത്യേച്ചി പറഞ്ഞോ. എനിക്കൊന്നും പറയാനില്ല. ഇന്ന് അച്ഛൻ്റെ അമ്മയുടെയും ദിവസമല്ലേ, അത് അവരിൽ തുടങ്ങി അവരിൽ തന്നെ അവസാനിച്ചോട്ടെ. അല്ല, ജീവൻ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളതൊക്കെ നിത്യ പറഞ്ഞു, അത് മതി. പേഷ്യന്റെ ബില്ലടയ്ക്കാനാ. പേഷ്യന്റെ പേരെന്താ? വീണ. ലേബർ റൂമില്. വീണയുടെ ബില്ലെല്ലാം പെയ്ഡാണല്ലോ. എനിക്കറിയില്ല. ഇല്ല, ഞങ്ങൾ പെയ്തിട്ടില്ല. അല്ല, പേരെന്തെങ്കിലും മാറിയിട്ടുണ്ടോ നോക്കി. വീണ KR. ഹസ്ബൻഡിന്റെ പേര് ഹരി. അത് തന്നെയാ നോക്കിയത്. കുറച്ചു മുമ്പേ ഒരു ലേഡി വന്ന് ബില്ലടച്ചായിരുന്നല്ലോ. സമ്മിറ്റ് എന്നാ അവർ പേര് പറഞ്ഞത്. ബില്ല് ഞാൻ അടച്ചു ഹരി. അതെന്തിനാ സംയുക്ത ബില്ലടച്ചേ? ആരടച്ചാലെന്താ, അവർക്ക് പണം കിട്ടിയാ പോരെ. ആക്ച്വലി ഇവിടുത്തെ ലേബർ പേഷ്യൻസിന് എന്തൊക്കെയാ കഴിക്കാൻ വാങ്ങിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സും ഫുഡും. പിന്നെ ഇത് കുഞ്ഞിനുള്ള കുറേ സാധനങ്ങളാ. അവർ ചോദിച്ചപ്പോൾ ഓടാൻ നിൽക്കണ്ടല്ലോ. അല്ല മോളെ, ഇത് ഞങ്ങള് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. എനിക്കിതൊരു ബുദ്ധിമുട്ടല്ല. ഞാനിവിടെ ഉണ്ടാവുമ്പോൾ ഒരു കാര്യത്തിന് നിങ്ങൾ ബുദ്ധിമുട്ടാൻ പാടില്ല. ഹരി, എന്താ? ഹരി, കുഞ്ഞിനെ കാത്തിരിക്കുന്ന ടെൻഷനൊക്കെ ഞാൻ കണ്ടു. പക്ഷെ അത് വീണയുടെ കുഞ്ഞാ. വീണയുടെ മാത്രം കുഞ്ഞ്. എടാ, എന്താ മോനെ? ഇത് ശരിയാവില്ല അമ്മാവ. നമ്മളെന്താ വീണയുടെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയില്ലാതെ നടക്കണം? സഹായത്തിന്റെ പേരിൽ കാണിക്കുന്നതൊക്കെ വെറും വേഷം കെട്ടാ. എടാ, പിന്നെ അവർ ബില്ലടച്ചതിനും സാധനം മേടിച്ചതിനും കൃത്യമായിട്ട് കണക്ക് വെച്ചോ, നമുക്കത് തിരിച്ചു കൊടുക്കാം. എടാ മോനെ, തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ ഒരു സംസാരത്തിന് ഇട കൊടുക്കണ്ട. അവനവന്റെ കുടുംബത്തിൽ പോലും സ്വസ്ഥത തരാതെ ഓരോരുത്തർ കയറി വന്നുകൊണ്ടിരിക്കുക. എടാ, എനിക്കിതൊക്കെ കാണുമ്പോഴാ. ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. എന്താ ഇത്ര നേരമായിട്ട് വരാതിരുന്നത്? ആരും കാണാതെ കണ്ണു വെട്ടിച്ച് വരണ്ടേ? എന്താ പറയാനുള്ളത്? അത് പിന്നെ പറ. ജ്യോതി അന്ന് എന്നോട് പറഞ്ഞില്ലേ ജ്യോതിക്ക് ഒരാളെ ഇഷ്ടമാണെന്ന്? അതാരാ? ഇതാണോ കാര്യം? അതെന്തിനാ മനു അറിയുന്നേ? അതിന്റെ പേഴ്സണൽ കാര്യമല്ലേ? സോറി, ജ്യോതിയുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയേണ്ട അർഹത എനിക്കില്ലെങ്കിൽ അത് പറയണ്ട. അങ്ങനെ അങ്ങ് വാടി പോകല്ലോ.
ഞാൻ പറയാം. എന്തിനാ എന്നോട് ചോദിക്കുന്നതെന്ന് ആദ്യം പറ. ഒന്നുമില്ലടോ, അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാ, അത്രേ ഉള്ളൂ. അത് ഞാൻ സമ്മതിച്ചു തരില്ല. ഇത്രയും സീരിയസ് ആയിട്ട് ഒരാള് അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അതിന്റെ പുറകില് വ്യക്തമായിട്ടൊരു കാരണമുണ്ട്. അതിങ്ങ് പെട്ടെന്ന് പറഞ്ഞു, അപ്പോ ഞാനും പെട്ടെന്ന് പറയാം. എടോ, തന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് തന്നോട് എന്നോട് എന്നോട് എന്താ? ഞാൻ പലപ്പോഴും പറയണമെന്ന് കരുതിയതാ. പക്ഷേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിച്ചാലോ എന്ന് വെച്ചിട്ട്. ഒന്നിനെ ബാധിക്കാൻ പോകുന്നില്ല. ഒന്ന് പറയുന്നുണ്ടോ? ഒന്ന് പറ മനു, പ്ലീസ്. എടോ, എനിക്ക് തന്നെ ഇഷ്ടമാണ്. താനിപ്പോ ആരെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ തന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോ ഞാൻ സ്നേഹിക്കുന്ന ആളോട് ഞാൻ എന്തു പറയും? വേറൊരാൾ സ്നേഹിക്കുന്ന പെണ്ണിനെ ഇഷ്ടപ്പെടുന്നത് തെറ്റല്ലേ? ജ്യോതി, അത് ഭാഗ്യത്തിന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുണ്ടല്ലോ, ഇപ്പൊ എന്നോട് പറഞ്ഞതേ ഉള്ളൂ എന്നെ ഇഷ്ടമാണെന്ന്. എടാ കഴുത, നിന്നെ തന്നെ എനിക്ക് ഇഷ്ടമെന്നാ ഞാൻ പറഞ്ഞത്. അത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല, കുറെ നാളുകളായി. സത്യം? നേരിട്ട് പറയുന്നത് കേൾക്കണോ? എന്താ പറയാത്തത്? I love you. എനിക്കെന്ത് സന്തോഷമായെന്നറിയോ? വല്ലാത്തൊരു വേദനയായിരുന്നു മനസ്സിൽ. ഇപ്പോ എല്ലാം മാറി. തന്നോട് എനിക്ക് പറയാനുള്ളതൊക്കെ കൂട്ടി എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. ദാ. എന്താ ചേച്ചി? ആ മേക്കപ്പിന്റെ അലർജി ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ ഒന്നുകൂടി മുഖം കഴുകിയിട്ട് വരാം. അമ്മയോട് പറയാൻ നിൽക്കണ്ട, ടെൻഷനാവേ. ഞാൻ പോയിട്ട് ഇപ്പോൾ വരാം.
ഐ ലവ് യു മനു. ഐ ലവ് യു ജ്യോതി.